إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, നിത്യമായ ജാഗ്രത എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞു തന്നൊരു തത്വമുണ്ട്. വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖീറത്തു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുത്താൽ സത്യവിശ്വാസികളായ പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ അവർക്ക് അവരുടേതായ കാര്യത്തിൽ സ്വതന്ത്രമായ ഒരു അഭിപ്രായ പ്രകടനം നടത്തുവാൻ പാടുള്ളതല്ല. അവർക്ക് അവരുടേതായ ഒരു സ്വതന്ത്രമായ അഭിപ്രായം, അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയുണ്ട്, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പനയുണ്ട്, അല്ലെങ്കിൽ ഒരു നിരോധനമുണ്ട്, ഒരു വിരോധമുണ്ട്. ഏതെങ്കിലും കാര്യത്തിലെ വിരോധിച്ചിട്ടുണ്ട് എങ്കിലേ സത്യവിശ്വാസിയായ പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ അക്കാര്യത്തിൽ ഒരു സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം നടത്തുവാൻ പാടുള്ളതല്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവർ ബഹുദൂരം, വളരെ വ്യക്തമായ ഒരു പിഴവിലാണ് അവർ പെട്ടിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിചയപ്പെടുത്തി തരികയാണ്, പറഞ്ഞു തരികയാണ്. സഹോദരന്മാരെ, ഇവിടെ അള്ളാഹുവിനെയും അനുസരിക്കാൻ വേണ്ടി പറഞ്ഞു, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നാൽ മുസ്ലിം ലോകത്ത് കേട്ട് പരിചയമില്ലാത്തതും അതേ സമയത്ത് അഹ്ലു സുന്നത്തിൽ നിന്ന് തെറിച്ചുപോയ പല കക്ഷികളും അവർ ഏറ്റെടുത്ത് നടത്തിയൊരു കുപ്രചരണമുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെ അനുസരിക്കേണ്ടതാ എന്നൊരു രീതിയായിരുന്നു. ഇപ്പോൾ ഖവാരിജുകൾ, മുഅ്തസിലുകൾ, ജഹ്മിയാക്കൾ, ജബ്രിയാക്കൾ ഖുർആൻ മാത്രം മതി എന്നൊരു തത്വം. ഖുർആനാണ് അടിസ്ഥാനപരമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾക്കും വിരോധനകൾക്കും അത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കാത്ത ഒരു കാലം അത് വളരെ മുമ്പേ ഉണ്ടായിരുന്നു. ഖുർആൻ മാത്രം മതി, ഹദീസുകൾ വേണ്ട എന്ന കുപ്രചരണത്തിന് സഹാബികളുടെ കാലം തൊട്ടേ പഴക്കമുണ്ട് എന്നാണ് ഡോക്ടർ മുഹമ്മദ് മുസ്തഫ അൽ-അഅ്ലമി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ദിറാസാത്തി ഫിൽ ഹദീസ് നബവി വ താരീഖി തദ്വീനിഹി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സുന്നത്തുകളെ മതപരമായി അംഗീകരിക്കാത്ത ചില ഒറ്റപ്പെട്ട വ്യക്തികൾ സഹാബികളുടെ കാലത്ത് തന്നെ കാണപ്പെട്ടിരുന്നു എന്ന് അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. ഇപ്പം അനസ് ബിൻ മാലിക്കിനെ കണ്ട താബിയിൽപ്പെട്ട മുഹദ്ദിസായ പ്രഗൽഭ താബിയെ പണ്ഡിതന്മാരിൽ നിന്ന് ദീൻ പഠിച്ച മുജാഹിദ് റഹിമുല്ലാഹ്, ഹസൻ അൽ ബസ്രി, നാഫി മൗല ഇബ്നു ഉമർ, മുഹമ്മദ് ബിൻ സരീൻ റഹിമുല്ലാഹ് ഇവരിൽ നിന്നൊക്കെ ദീൻ പഠിച്ച, അതുപോലെ തന്നെ പ്രഗൽഭരായ പല ശിഷ്യന്മാരെയും വാർത്തെടുത്ത മഹാനായ പണ്ഡിതൻ സുഫിയാൻ ബിൻ സൗരി, സുഫിയാൻ ബിൻ ഉയൈന, മാലിക് ബിൻ അനസ്, അങ്ങനെയൊക്കെയുള്ള ശിഷ്യന്മാരെ വാർത്തെടുത്ത അയ്യൂബ് സഖ്തിയാനി റഹിമുല്ലാഹ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്.
ഇതാ ഹദ്ദസ്ത റജുല ബിസുന്ന, നിങ്ങൾ ഒരാളോട് സുന്നത്തിനെ പറ്റി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ഇങ്ങനെയുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ ഇവിടെ മറുപടി ദഅനാ മിൻ ഹാദി വ ഹദ്ദിസ്നാ ബിൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ കൊണ്ട് പറ, നിങ്ങൾ വെറും റസൂല് പറഞ്ഞ് ഹദീസുണ്ട് എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഖുർആൻ കൊണ്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം അയാൾ വഴിതെറ്റിയവനാണെന്നാണ്, അയാൾ വഴിപിഴച്ചവനാണെന്ന്. താബി പണ്ഡിതനാണ്, ഹിജ്റ 131 മരണപ്പെട്ട പ്രഗത്ഭ പണ്ഡിതനാണ്. അപ്പം അന്ന് മുതലേ ഇത്തരം പ്രചരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ സ്വയം പിഴച്ചവരും മറ്റുള്ളവരെ പിഴപ്പിക്കുന്നവരുമായൊരു വിഭാഗം നമ്മുടെ കേരളത്തിലും ഇല്ലാതെയില്ല. അഹ്ലുൽ ഖുർആൻ എന്നവർ സ്വയം പറയുകയാണ്. 1970കളിൽ മോഡേൺ ഏജ് സൊസൈറ്റി ഉണ്ടായി, നിരീക്ഷണം മാസികയുണ്ടായി, ചേകന്നൂർ മൗലവി ഉണ്ടായി, അദ്ദേഹത്തിൻ്റെ QSS ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ഉണ്ടായി. അത് പിളർന്ന് ഖുർആൻ ദർശനം, വേദദർശനം എന്നിങ്ങനെയൊക്കെയുള്ള 2 സംഘടനകളായി മാറി. അതിൽ നിന്ന് കുറച്ച് ഡയലൂട്ട് ചെയ്ത രീതിയിൽ CN അഹമ്മദ് മൗലവി, അദ്ദേഹം ഒരു മതധ്വംസകനായിരുന്നില്ല, മതം പൊളിക്കാൻ വന്ന ആളല്ല, പക്ഷെ ബുദ്ധിജീവികളെയും വിദ്യാഭ്യാസ പുരോഗമനവാദികളൊക്കെ ആകർഷിക്കാൻ വേണ്ടി അദ്ദേഹം ഇസ്ലാമിൻ്റെതായ പല ആദർശങ്ങളെയും ഡയലൂട്ട് ചെയ്ത് ആ രീതിയിൽ സംസാരിച്ചൊരു വ്യക്തിയായിരുന്നു. വിശുദ്ധ ഖുർആൻ മാത്രം മതിയെങ്കിൽ എന്തിനാണ് സത്യവിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഖുർആൻ കൊണ്ടുവന്ന് ഇത് വായിച്ചു നോക്കൂ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതിക്കേൽപ്പിച്ചതുപോലെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജനങ്ങൾക്ക് ഓതിക്കേൽപ്പിക്കുക എന്നൊരു പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് അവരുടെ വാദം പ്രകാരം അവർ ജൽപ്പിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് എങ്ങനെയാണ് ഖുർആനിലൂടെ നമുക്ക് കിട്ടുന്നത്? മുഹമ്മദ് റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹ്മാഉ ബൈനഹും. മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന സത്യസാക്ഷിത്വം, ആ സത്യസാക്ഷിത്വം വഹിക്കാൻ എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ തിരസ്കരിച്ചത് വഴി ലഭിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, മഹാനായ മുഹമ്മദ് നബിയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ടെന്നാണ്. എന്നാൽ ഖുർആൻ വഴി ആ മാതൃക നമുക്ക് എങ്ങനെയാണ് ലഭിക്കുക? അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ. ലിതകൂനു ശുഹദാ അലന്നാസ്, സഹാബികളെ പറ്റി പറയുകയാണ്. ആ സഹാബികൾ ജനങ്ങൾക്ക് സാക്ഷിത്വം വഹിക്കേണ്ടവരാണ്. അവർ സഹാബികൾ. വയകൂന റസൂലു അലൈക്കും ഷഹീദ, നിങ്ങളുണ്ടല്ലോ പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് സാക്ഷിയാണ്. ആ സഹാബികൾ ഖിയാമത്ത് നാൾ വരുന്ന മുഴുവൻ ജനങ്ങൾക്കും സാക്ഷിയാണ്. ഇരട്ട സാക്ഷിത്വമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞു തരുന്നത്. ഇരട്ട സാക്ഷിത്വം. ആ സാക്ഷിത്വം എവിടുന്നാണ് നമുക്ക് ലഭിക്കുക? അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ അനുസരിക്കാൻ വേണ്ടി പറഞ്ഞെടുത്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാൻ വേണ്ടി പറഞ്ഞു. 32 സ്ഥലങ്ങളിലാണ് പറഞ്ഞത്, 1-2 സ്ഥലത്തല്ല, 32 സ്ഥലങ്ങളിൽ. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതഅ ബിഇദ്നില്ലാഹ്, ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല അനുസരിക്കപ്പെടാൻ വേണ്ടി അല്ലാതെ, അനുസരിക്കാൻ വേണ്ടി മാത്രമാണ് പ്രവാചകന്മാരെ അയച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്, ആരാണ് നബിയെ അനുസരിച്ചത് ആ അനുസരിച്ചവൻ അല്ലാഹുവിനെയാണ് അനുസരിച്ചത്. കേട്ടാ, ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചത്? അവൻ അല്ലാഹുവിനെ തന്നെയാണ് അനുസരിച്ചത്. വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദീഖീന വശുഹദാഇ സ്വാലിഹീൻ. ആരാണ് അല്ലാഹുവിനെയും അവരുടെ പ്രവാചകനെയും അനുസരിച്ചത്, അവർ ആരുടെ കൂടെയാണ്? അവർ അനുഗ്രഹിക്കപ്പെട്ട നബിമാരുടെയും സിദ്ദീഖ്മാരുടെയും ശുഹദാക്കന്മാരുടെയും സാലിഹീങ്ങളുടെയും കൂടെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇങ്ങനെ ഒരുപാട് സ്ഥലം. അതായത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൻ്റെ റസൂലാണെന്ന സത്യസാക്ഷ്യത്തിൻ്റെ അനിവാര്യ താല്പര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചതനുസരിക്കുക എന്നുള്ളത്. അത് സത്യമാണെന്ന് സമ്മതിക്കുക എന്നുള്ളത്, നിരോധിച്ചതും എതിർത്തതും വെടിയുക എന്നുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച രൂപത്തിൽ മാത്രം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന രൂപത്തിൽ മാത്രം അല്ലാഹുവിനെ ആരാധിക്കുക എന്നുള്ളതും ആ സത്യസാക്ഷ്യത്തിൻ്റെ വകഭേദങ്ങളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണമെങ്കിൽ റസൂൽ വല്ലതും കാണിച്ചു തരണ്ടേ?
പറയണ്ടേ? റസൂല് പറഞ്ഞതും കാണിച്ചതും എവിടെയാണ്? അത് എവിടെ നിന്നാണ് കിട്ടുക? ഇപ്പൊ നിസ്കരിക്കുവാനും ഹജ്ജ് ചെയ്യാനും ഒക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ എങ്ങനെയാണ് നമ്മൾ നിസ്കരിക്കുക? എങ്ങനെയാണ് നമ്മൾ ഹജ്ജ് ചെയ്യുക? അതെ, അത് പഠിപ്പിക്കൽ നടന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് എങ്ങനെയാണ് നിസ്കരിക്കണം എന്നത് പഠിപ്പിച്ചിട്ടുണ്ട്. ഹജ്ജ് എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, കമാ അർസൽനാ ഫീകും റസൂലൻ മിൻകും യത്ലു അലൈക്കും ആയാതിന വയുസക്കീകും വയുഅല്ലിമുകുമുൽ കിതാബ വൽ ഹിക്മ വയുഅല്ലികും മാ ലം തകൂനൂ തഅലമൂൻ. കമാ അർസൽനാക ഫീകും റസൂലൻ മിൻകും, നിങ്ങളിൽ നിന്നുള്ള പ്രവാചകൻ നിങ്ങൾക്ക് അയക്കപ്പെട്ടു. യത്ലു അലൈക്കും ആയാതിന, അദ്ദേഹം നമ്മുടെ ആയാത്തുകൾ നിങ്ങൾക്ക് പാരായണം ചെയ്തു തരികയാണ്. വയുസക്കീകും, നിങ്ങളെ അദ്ദേഹം സംസ്കരിക്കുന്നുണ്ട്. വയുഅല്ലിമുകുമുൽ കിതാബ വൽ ഹിക്മ, അദ്ദേഹം കിതാബ് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വൽ ഹിക്മ, ഹിക്മത്തും പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനും ഹിക്മത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. വയുഅല്ലിമുകും മാ ലം തകൂനൂ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും അദ്ദേഹം നിങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആരാ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ ദൂതൻ വഴി ഓതിക്കേൽപ്പിക്കൽ മാത്രമല്ല, പഠിപ്പിക്കലും അള്ളാഹു നമുക്ക് ചെയ്ത തന്ന മഹത്തായ അനുഗ്രഹമായിട്ടാണ് അതൊക്കെ വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ചെയ്ത മഹത്തായ അനുഗ്രഹമാണ്. അലൽ മുഅ്മിനീന, സത്യവിശ്വാസികൾക്ക്. ഇദ് ബഅസ ഫീഹിം, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചു. റസൂലിന്, ഒരു പ്രവാചകനെ, മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെയുള്ള. യത്ലു അലൈഹിം, അവരുടെ മേൽ അദ്ദേഹം പാരായണം ചെയ്യുന്നു. ആയാത്തിഹി, അള്ളാഹുവിന്റെ ആയാത്തുകൾ. വയുസക്കീഹിം, അവരെ സംസ്കരിക്കുന്നു. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, കിതാബും ഹിക്മത്തും പഠിപ്പിക്കുന്നു. ആരി? പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ. വഇൻ കാനൂ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ, മുമ്പ് അവര് വളരെയധികം പിഴച്ചൊരു ജനത തന്നെയായിരുന്നു. അവർ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നൊരു പ്രത്യേകത. ഇവിടൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നത് യുഅല്ലിമു, പഠിപ്പിക്കുന്നു എന്നതാണ്. അത് ശ്രദ്ധേയമാണ്. ഖുർആൻ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൂതനെ നിയോഗിച്ചതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠങ്ങൾ അവഗണിക്കാൻ പറ്റിയതല്ല എന്ന് വ്യക്തമാണ്. പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദൂതനെ അയച്ചതെങ്കിൽ ആ പഠിപ്പിച്ച സംഗതികൾ അത് അവഗണിക്കാൻ പറ്റിയതല്ല എന്ന് വ്യക്തമാണ്. അത് ഓതിക്കൊടുക്കാൻ മാത്രമായിരുന്നോ? അല്ല, കിതാബും ഹിക്മത്തും പഠിപ്പിച്ചു കൊടുത്തു. 9 സ്ഥലങ്ങളിലാണ് വിശുദ്ധ ഖുർആൻ ഇത് പറഞ്ഞിട്ടുള്ളത്. കിതാബ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഖുർആനാണ്. അപ്പൊ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആനും ഈ ഹിക്മത്തും പഠിപ്പിച്ചു കൊടുത്തു. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ആവർത്തിച്ച് പറയുക. കിതാബ് എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ, ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വേറെയാണോ? അതെന്താണ്? അതാണ് സുന്നത്ത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ. വല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും, അവരുടെ കൂട്ടത്തിൽ നിന്ന് നിരക്ഷരനായ പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചു. യത്ലു അലൈഹിം ആയാതിഹി, അവന്റെ ആയാത്തുകൾ അദ്ദേഹം പാരായണം ചെയ്തു കൊടുക്കുന്നു. വയുസക്കീഹിം, അവരെ സംസ്കരിക്കുന്നു. വയുഅല്ലിമുൽ കിതാബ വൽ ഹിക്മ, കിതാബും ഹിക്മത്തും അദ്ദേഹം അവരെ പഠിപ്പിക്കുന്നു. വഇൻ കാനൂ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ, അവർ മുൻപ് വളരെ പിഴച്ചവരായിരുന്നു. വയുഅല്ലിമുൽ കിതാബ യഅനിൽ ഖുർആൻ, തഫ്സീറിൽ കാണാം. വൽ ഹിക്മ അസുന്ന, സുന്നത്താണത്. ഹിക്മത്ത് പഠിപ്പിക്കാൻ തുടങ്ങുന്നത് അത് സുന്നത്താണ്. തഫ്സീർ ഖുർത്തുബിയിൽ, പഴയകാല തഫ്സീറുകളിലൊക്കെ അത് തന്നെയാണ് എഴുതിയത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നിവർ ചേർന്ന് നടത്തിയ പ്രാർത്ഥനയിൽ കാണാം, റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം. ഒരു റസൂലിനെ അവരിൽ നിന്ന് തന്നെ നീ നിയോഗിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ റബ്ബേ. മഹാന്മാരായ പ്രവാചകന്മാർ പ്രാർത്ഥിക്കുകയാണ്. യത്ലു അലൈഹിം ആയാതിക, നിന്റെ ആയാത്ത് പാരായണം ചെയ്യുന്ന, വയുഅല്ലിമുഹുമുൽ കിതാബ, നിന്റെ കിതാബ് പഠിപ്പിച്ചു കൊടുക്കുന്ന, വൽ ഹിക്മ, ഹിക്മത്തും പഠിപ്പിച്ചു കൊടുക്കുന്ന, വയുസക്കീം, അത് മുഖാന്തിരം അവരെ സംസ്കരിക്കുന്ന. ഒന്ന് മാത്രം പറഞ്ഞില്ല, 2 കാര്യങ്ങൾ എടുത്ത് അത് പഠിപ്പിച്ചു കൊടുക്കുന്ന, അത് മുഖാന്തിരം അവരെ സംസ്കരിക്കുന്ന
എന്നെടുത്തു പറയുകയാണ്. എന്താണ് അതിൻ്റെ തഫ്സീർ? വയുഅല്ലിമുൽ കിതാബ് യാനിൽ ഖുർആൻ വൽ ഹിക്മ യാനി സുന്ന. പ്രഗത്ഭരായ താബി പണ്ഡിതന്മാരൊക്കെ ഹസൻ, ഖത്താദ, മുഖാത്തിബ് ഇബ്നു അഹ്യാൻ പലരും അത് തന്നെയാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം. അതേ, പുരുഷന്മാരല്ലാതെ മുമ്പ് നാം ഒരു പ്രവാചകനായി നിങ്ങളിൽ നിന്ന് നിയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. പുരുഷന്മാരെയാണ് പ്രവാചകന്മാരെ അയച്ചത്. ഫസ്അലൂ അഹ്ല സിക്രി ഇൻ കുൻതും തഅലമൂൻ. നിങ്ങൾക്കറിയാത്ത കാര്യം അറിവുള്ളവരോട് ചോദിക്കുക. ഫിൽ ബയ്യിനാതി വസുബുർ. വേദഗ്രന്ഥവും വ്യക്തമായ തെളിവുകളുമായി. ഗ്രന്ഥത്തെ മാത്രം പറഞ്ഞില്ല, വ്യക്തമായ തെളിവുകളുമായി. വഅൻസൽനാ ഇലൈക സിക്ര ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. അവർക്ക് ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കാൻ വേണ്ടി, അവർക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടും. അതായത് ഈ ഉത്ബോധനം നാം നിനക്കിറക്കിയത് ജനങ്ങൾക്ക് അവതീർണമായത് താങ്കൾ അവർക്ക് വിവരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ജനങ്ങൾക്ക് അവതീർണമായിട്ടുണ്ട്, അതിനൊരു വിശദീകരണം, അത് താങ്കൾ വിശദീകരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് താങ്കൾ നിയോഗിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വമാ അർസൽനാ അലൈക്കൽ കിതാബ ഇല്ലാ ലിതുബയ്യിന ലഹുമുല്ലദീ ഇഖ്തലഫൂ ഫീഹി വഹുദൻ വറഹ്മത്തൻ ലിഖൗമി യുഅ്മിനൂൻ. അതേ, വമാ അൻസൽനാ അലൈക്കൽ കിതാബ, താങ്കളുടെ മേൽ നാം കിതാബ് ഇറക്കിയിട്ടില്ല, ഇല്ലാ ലിതുബയ്യിന ലഹും, എന്തിനു വേണ്ടിയിട്ടില്ലാതെ? അത് വിശദീകരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലാതെ, അത് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടല്ലാതെ. അല്ലദീ ഇഖ്തലഫൂ ഫീഹി, അവർക്ക് അഭിപ്രായ ഭിന്നതയുള്ള ഏതൊക്കെ വിഷയമുണ്ടോ ആ വിഷയത്തിൽ ഒരു ആയത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ആയത്ത് ഇറങ്ങുക മാത്രമല്ല, അത് താങ്കൾ വിശദീകരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് താങ്കളെ നിയോഗിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വഖുദൻ വറഹ്മത്തൻ ലിഖൗമി യുഅ്മിനൂൻ. ഹിദായത്തും റഹ്മത്തും ചിന്തിക്കുന്നവർക്ക് അതിലൊക്കെ ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ തുഖർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി. വേഗമാക്കാൻ വേണ്ടി താങ്കൾ നാവ് ചലിപ്പിക്കണ്ട. ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന. അതിൻ്റെ ക്രോഡീകരണവും പാരായണവും അത് നമ്മുടെ ബാധ്യതയാണ്. അതിൻ്റെ ക്രോഡീകരണം, വിശുദ്ധ ഖുർആന്റെ ക്രോഡീകരണവും അതുപോലെ അതിൻ്റെ പാരായണവും അതൊക്കെ നമ്മുടെ ബാധ്യതയാണ്. എന്നിട്ട് പറയണം വഇദാ ഖറഅനാഹു ഫത്തബി ഖുർആന. നാം ഓതി തന്നാൽ അതിൻ്റെ പാരായണം പിന്തുടരുക. സുമ്മ ഇന്ന അലൈനാ ബയാന. പിന്നെ അതിൻ്റെ വിശദീകരണവും അത് നമ്മുടെ ബാധ്യതയാണ്. വിശുദ്ധ ഖുർആന്റെ വിശദീകരണവും അത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് താങ്കൾ ഇങ്ങനെ നാവിങ്ങനെ വേഗമാക്കണ്ട. ചുരുക്കം ഇതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഖുർആൻ പഠിപ്പിച്ചതുപോലെ സുന്നത്തും പഠിപ്പിച്ചു. ഖുർആൻ സംക്ഷിപ്ത വഹിയും സുന്നത്ത് വിശദമായ വഹിയുമാണ്. രണ്ടും പരസ്പരം ആശ്രയിച്ച് കിടക്കുന്ന സംഗതികളാണ്. ഒന്നില്ലെങ്കിൽ മറ്റൊന്നിന് നിലനിൽപ്പില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രമാത്രം പൂരകമാണ് ഖുർആനും സുന്നത്തും തമ്മിലുള്ള ബന്ധമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് ഓരോ ആയത്തിറങ്ങിയപ്പോഴും ചില ആയത്തിന്റെ വിശദീകരണം തേടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സഹാബികൾ പോയി. ആരാണ് സഹാബികൾ? അഫ്ളു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ ഏറ്റവും ഉന്നതരായ ആൾക്കാർ. അബർറുഹാ ഖുലൂബൻ, നന്മയാർന്ന വ്യക്തിത്വത്തിന്റെ ആൾക്കാർ. വഅബഖുഹാ ഇൽമൻ, ആഴത്തിലുള്ള അറിവുള്ളവർ. ജാടതകളില്ലാത്ത, പുറംപൂച്ചകളില്ലാത്ത, നെറികേടുകളില്ലാത്ത, വൃത്തികേടില്ലാത്ത ശുദ്ധ മനസ്കർ, ഏറ്റവും അറിവുള്ളവർ. ഒരായത്തിറങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പോവുകയാണ്. എന്തിനു വേണ്ടി? വിശദീകരണത്തിന് വേണ്ടി. മയ്യഅമൽ സൂഅൻ യുജ്ദ ബിഹി, ആര് തിന്മ ചെയ്താലും ശിക്ഷിക്കപ്പെടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നിസായിൽ ആയത്താണ്. അതിറങ്ങിയപ്പോൾ സഹാബികൾ ബേജാറായി. ഏത് തിന്മകൾക്കും ശിക്ഷ ലഭിക്കുമോ? സുബ്ഹാനല്ലാഹ്, ഇത് വല്ലാത്ത വിഷയമാണല്ലോ. യാ റസൂലല്ലാഹ്, കൈഫ സലാഹു ബഅദ ഹാദിഹിൽ ആയ, ഈ ആയത്തിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് രക്ഷപ്പെടുക? നമുക്കെങ്ങനെയാണ് ഈ ആയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കുക? ഫകുല്ലു സൂഇൻ അമൽനാഹു ജുസീനാ ബി, എല്ലാ തിന്മകൾക്കും ശിക്ഷയുണ്ടോ? സ്വാഭാവികമായി നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ വരുമല്ലോ, അതിനൊക്കെയും ശിക്ഷിക്കപ്പെടുമോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗഫറല്ലാഹു ലക യാ അബൂബക്കർ, അബൂബക്കറെ താങ്കൾക്ക് അല്ലാഹു പുറത്തു തരട്ടെ. അലസ്ത തബ്റു, താങ്കൾക്ക് രോഗം വരാറില്ലേ? അലസ്ത തൻസം, താങ്കൾക്ക് ക്ഷീണം വരാറില്ലേ? അലസ്ത തഹ്സൻ, താങ്കൾ ദുഃഖിക്കാറില്ലേ? അലസ്ത തുസീബുക്കൽ അലൈക തുസീബുൽ ലഅവ, താങ്കൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറില്ലേ? അപ്പോൾ അതെ അതെ, നബി, അത് തന്നെയാണ് താങ്കൾക്കുള്ള ശിക്ഷ ചെറിയ ചെറിയ തിന്മകൾക്ക്. അതാണ് പറയുന്നത്.
അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലദീന ആമനൂ വലം യൽബിസൂ ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. അല്ലദീന ആമനൂ, വിശ്വസിച്ച ആൾക്കാർ, വലം യൽബിസൂ ബിളുൽമിൻ, അവരുടെ വിശ്വാസത്തിൽ ദുൽമ കൂട്ടിക്കലർത്താത്തവരാണ്, ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് നിർഭയത്വമുള്ളത്, വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗം പ്രാപിച്ചത് എന്ന ആയത്തിറങ്ങിയപ്പോൾ സഹാബികൾക്ക് ബേജാറായി. വിശ്വാസത്തിൽ ദുൽമ കൂട്ടിക്കലർത്താതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്താണ് പ്രശ്നം? അവർക്കാണ് നിർഭയത്വം എന്ന് പറയുന്നു, അവരാണ് ഹിദായത്തിന്റെ മാർഗത്തിൽ എത്തിയവരെന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് സംശയമായി. അല്ലാഹുവിന്റെ പ്രവാചകരെ, നമ്മളിൽ ആരാണ് ചെറിയ ചെറിയ തെറ്റുകളൊന്നും വരാത്തവർ? അങ്ങനെയുള്ള വിശുദ്ധ പ്രകൃതി ആരാണുള്ളത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ കമാ തുദന്നൂൻ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അത് നിങ്ങൾ വിചാരിക്കുന്ന സംഗതിയല്ല. യാ ബുനിയ ലാ തുശ്രിക് ബില്ലാഹി ഇന്ന ശിർക ലദുൽമുൻ അദീം. അവിടെ വിശ്വാസത്തിൽ ദുൽമ കൂട്ടിക്കലർത്താതിരിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ ഷിർക്കിനെ കൂട്ടിക്കലർത്താതിരിക്കുക എന്നാണ് അർത്ഥം. അത് നിങ്ങളിൽ ഉണ്ടാവില്ലല്ലോ, അതാണ് ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. എത്ര ആയാത്തുകളാണ് സഹോദരന്മാരെ, സഹോദരികളെ. വിശുദ്ധ ഖുർആനിൽ നിസ്കാരവും സക്കാത്തും ഒന്നിച്ച് 28 സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ റുക്കൂ ചെയ്യണം, സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ മുന്നിൽ ഭക്തിയോടെ നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്ങനെ നിസ്കരിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ ഫാത്തിഹ മുതൽ നാസ് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിധിയെ കാണില്ല. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ നിസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം, റുക്കൂ ചെയ്യണം, സുജൂദ് ചെയ്യണം, നിങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ ഭക്തിയോട് നിങ്ങൾ നിൽക്കണം. എങ്ങനെയാണ് രൂപം ഉണ്ടാകുക? ഏത് രൂപത്തിലാണ് നമ്മൾ ചെയ്യുക? അതുപോലെ തന്നെ സമയം പറഞ്ഞില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം നിർബന്ധമാക്കി. അവൻ നിലനിർത്തണം, കൃത്യത പാലിക്കണം. എവിടുന്നാണ് നിസ്കാരങ്ങളുടെ സമയം കിട്ടുക? നിസ്കാരത്തിന് രൂപം എവിടുന്ന കിട്ടുക? എണ്ണ എവിടുന്ന കിട്ടുക? ഖുർആനിലില്ല. എന്നാൽ അത് പഠിപ്പിച്ചു തന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ കാൽനടയായിട്ടോ വാഹനങ്ങളിലോ, എന്നാൽ നിങ്ങൾ സുരക്ഷിതാവസ്ഥയിലായാൽ നിങ്ങൾക്ക് അറിവില്ലാതിരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന പ്രകാരം നിങ്ങൾ അവനെ സ്മരിക്കേണ്ടതാണ്. അല്ലാഹു നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. യാത്രക്കാരൻ്റെ നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഭയമുള്ള അവസ്ഥയിലുള്ള നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ പഠിപ്പിക്കപ്പെട്ട നിസ്കാരം എവിടെ നിന്ന് കിട്ടും? വിശുദ്ധ ഖുർആനിൽ നിന്ന് കിട്ടുകയില്ല. നിങ്ങൾ ഭൂമിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ സത്യനിഷേധികൾ നിങ്ങൾക്ക് നാശം വരുത്തുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന പക്ഷം നിസ്കാരം നിങ്ങൾ ചുരുക്കി നിർവഹിക്കുന്നതിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. ഒരു യാത്രയിലാണ്, ശത്രുക്കളുടെ അക്രമം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു നാട്ടിലാണ്, ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ശത്രുക്കളുണ്ട്, ആ സമയത്തിൽ നിങ്ങൾക്ക് ചുരുക്കി നിസ്കരിക്കുന്നതിൽ കുഴപ്പമില്ല. എന്നാൽ ശത്രുക്കൾ ഇല്ലെങ്കിലോ? സഹാബികൾക്ക് സംശയമായി. അവർ ഉമർ ബിൻ ഖത്താബ് അവരെടുത്ത് പോയി. പിന്നീടാണ് അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെയുള്ള വിശുദ്ധ ഖുർആനിൽ, അതായത് നമുക്ക് ഭയമുള്ളപ്പോഴാണ് യാത്രയിൽ ചുരുക്കി നിസ്കരിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് അജിബ്തു മിൻഹു, ഇത് ഭയങ്കര അത്ഭുതമുള്ള സംഗതിയാണ്, ഞാനും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യത്തെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ദാനമാണ്, നിങ്ങൾക്ക് യാത്രയിൽ ചുരുക്കി നിസ്കരിക്കാം, അത് എപ്പോഴുമുള്ളൊരു നിയമമാണ്. ഈ വിശുദ്ധ ഖുർആൻ പറയാൻ. അപ്പൊ എവിടുന്നാണ് നമുക്ക് മാതൃക കിട്ടുക? സഹോദരന്മാർ, ഇതൊക്കെ ഹദീസുകളിലാണ്. വൈലുൽ മുശ്രിക്കീൻ അല്ലദീന ലാ യുഅ്തൂന സകാത വഹും ബിൽ ആഖിറതി ഹുമുൽ കാഫിറൂൻ. ബഹുദൈവ ആരാധകർക്കാണ് നാശം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അവർ സക്കാത്ത് കൊടുക്കാത്തവരാണ്. വിശുദ്ധ ഖുർആൻ പറയാണ്, സക്കാത്ത് കൊടുക്കാത്തവരാണ്. വഹും ബിൽ ആഖിറതി ഹുമുൽ കാഫിറൂൻ, പരലോകത്തിൽ വിശ്വസിക്കാത്തവരാണ്. അവരെന്താണ്? അവർ കാഫിറുകളാണ് എന്ന് പറയുകയാണ്. ആരാക്ഷേപിച്ചുകൊണ്ട് പറയുകയാണ്? സക്കാത്ത് കൊടുക്കാത്തവരെ പറ്റി പറയുകയാണ്. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും സക്കാത്ത് കൊടുത്തിരുന്നവരുടെ മഹത്വം ഏകദേശം 100ഓളം സ്ഥലത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട്. പക്ഷേ ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. തോതും കണക്കും പറഞ്ഞില്ല.
തോതും കണക്കും പറഞ്ഞില്ല. സുന്നത്ത് തോതും കണക്കും വിശദാംശങ്ങൾ നൽകിയത് ആരാണ്? സുന്നത്താണ്. നാണയത്തിനും കച്ചവടത്തിനും 2%, സ്വർണത്തിനും വെള്ളിയുടെയും തോതുകളുണ്ട്. അതുപോലെ തന്നെ നനച്ച് കൃഷി ചെയ്താൽ 5%, നനക്കാത്ത കൃഷിക്ക് 10%, നിധിക്ക് 1/5. ഈ വിവരങ്ങൾക്ക് എവിടുന്ന് കിട്ടും? എത്ര കൊടുക്കണം? ആര് കൊടുക്കണം? എങ്ങനെ കൊടുക്കണം? കൃഷിപ്പണിക്കാരൻ എത്രയാണ് കൊടുക്കേണ്ടത്? ദിവസക്കൂലിക്കാരൻ എത്രയാണ് കൊടുക്കേണ്ടത്? ആഴ്ചക്കൂലിക്കാരൻ എത്രയാണ് കൊടുക്കേണ്ടത്? മാസശമ്പളക്കാരൻ എത്ര കൊടുക്കണം? കൊല്ലത്തിലാണോ, മാസത്തിലാണോ, ആഴ്ചയിലാണോ? ഒന്നും വിശുദ്ധ ഖുർആനിൽ കിട്ടില്ല. എവിടുന്ന് കിട്ടും? അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കിട്ടും. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, സുന്നത്തില്ലാതെ വിശുദ്ധ ഖുർആന്റെ വിശദീകരണം എന്ന് പറയുന്നത് അത് തികച്ചും അപൂർണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണ് ജീവിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏതൊക്കെ കുട്ടികളുണ്ടായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ആരൊക്കെയായിരുന്നു? ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചത്? ഇതൊന്നും വിശുദ്ധ ഖുർആൻ നമുക്ക് കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ ഹദീസുകളുടെ സഹായം അത് അത്യാവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹദീസുകളെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് നിഷേധിക്കുന്നത് എന്ന കൃത്യമായ സത്യത്തിൽ ഉത്ബുദ്ധരാകേണ്ടവരും കൂടിയാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനത്തുല്ലാഹ്, പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണമായി പറഞ്ഞ ഹദീസുകൾ ഒരുപാടുണ്ട്. നമുക്കൊന്നും ഒരു ചെറിയൊരു ഖുതുബയിൽ പറഞ്ഞു തീർക്കാൻ വേണ്ടി പറ്റിയ വിഷയമല്ല. വിശുദ്ധ ഖുർആൻ്റെ ഓരോ ആയത്തിനും ആ ആയത്തിനുള്ള വിശദീകരണമായിട്ടുള്ള ഹദീസുകൾ ധാരാളമുണ്ട്. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ്റെ നസ്സാണ് ഹുർരിമത് അലൈക്കുമുൽ മൈത്തത്തു വദ്ദമു വലഹ്മുൽ ഖിൻസീരി വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബി വൽ മുൻഖനിക. ശവം ഹറാമാണെന്ന് ഖുർആൻ പറയാം. ശവം ഹറാമാണ്, പന്നിമാംസം ഹറാമാണ്, രക്തം ഹറാമാണ്, ശ്വാസം മുട്ടിച്ചത്തത് ഹറാമാണ്. ഈ ശ്വാസം മുട്ടിച്ചത്തത് ഹറാമാണെങ്കിൽ മത്സ്യമൊക്കെ ഹറാമല്ലേ? എങ്ങനെയാണ് നമുക്ക് മത്സ്യം കഴിക്കാൻ വേണ്ടി പറ്റുക? വിശുദ്ധ ഖുർആൻ മാത്രം മതി. ഹദീസുകളെ തിരസ്കരിക്കുന്നവർ, ഹദീസുകളോടൊരു പുച്ഛവില കണക്കാക്കുന്നവർ, യഥാർത്ഥത്തിൽ അവർക്ക് മത്സ്യം പോലും ഹറാമാകുന്ന അവസ്ഥ വരും. പക്ഷെ അതിനുള്ള വിശദീകരണം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹില്ലത്തിലക്കും മൈത്തത്താനി വദ്ദമാൻ, അതെ 2 ശവവും 2 രക്തവും നിങ്ങൾക്ക് ഹലാലാണ്. ഫമ്മൽ മൈത്തത്താനി, 2 ശവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൽ ഹൂത്ത് വൽ ജറാദ്, ഒന്ന് വെട്ടുകിളിയാണ്, മത്സ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, ഈ ആയത്തിന് വിശദീകരണം കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ. അതുകൊണ്ടാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നല്ലറല്ലാഹു ഇംറഅൻ സമിയ മിന്ന ഹദീസൻ, എന്നിൽ നിന്നൊരു ഹദീസ് കേട്ട് എന്നിട്ട് അത് ഹൃദ്യസ്ഥമാക്കി, അത് മനഃപ്പാടമാക്കി, ഹത്താ യുബല്ലിഗു ഫറബ്ബ ഹാമിലിൻ ഫിഖിൻ, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്താൽ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശോഭിതമാക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് പ്രകാശം നൽകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. എന്നിൽ നിന്നൊരു ഹദീസ് കേട്ട് അത് ഇഫ്ലാക്കി അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ മുഖം പ്രശോഭിതമാകട്ടെ എന്ന പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന. സഹോദരന്മാർ, അതുകൊണ്ടാണല്ലോ ചില മുഖങ്ങൾ അന്ന് പ്രസന്നത ഉള്ളതായിരിക്കും. ഇലാ റബ്ബിഹാ നാദിറ, അവരുടെ റബ്ബിലേക്ക് ദൃഷ്ടി തിരിച്ചവരായിരിക്കും. ചില മുഖങ്ങൾ അന്ന് കരുവാളിച്ചവരായിരിക്കും. ഏതോ അത്യാപത്ത് അവരെ പിടികൂടാൻ പോകുകയാണെന്ന് അവർ വിചാരിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു ദിവസമുണ്ട്, മുഖങ്ങൾ കരുവാളിച്ചൊരു ദിവസം, ചില മുഖങ്ങൾ വളരെയധികം പ്രകാശിക്കുന്ന ഒരു ദിവസം. അങ്ങനെ ഒരു മുഖം പ്രകാശിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. ഏത് ഹദീസ് ഹൃദ്യസ്ഥമാക്കുക, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അതുകൊണ്ടാണ് സഹോദരന്മാരെ, സഹാബികൾ ചിലർ ഹദീസ് മനഃപ്പാടമാക്കുന്നതിനും അത് എത്തിക്കുന്നതിനും നിരന്തരമായി പണിയെടുത്തു. അബൂ ഹുറൈറ അത്തരക്കാരിൽ ഒരാളായിരുന്നു. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സംശയമുണ്ടായി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറയോട് ചോദിക്കുന്നുണ്ട്, ഇന്ന സ്ഥലത്തായപ്പോൾ താങ്കളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നോ? അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ ഞാൻ ഉണ്ടായിരുന്നു, റസൂലുള്ളാഹിന്റെ കൂടെ അല്ലേ? അന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എൻ്റെ പേരിൽ മനഃപൂർവ്വം കളവുറഞ്ഞാൽ അവൻ്റെ താവളം നരകത്തിൽ അവൻ സജ്ജീകരിച്ചു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അന്നല്ലേ? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, താങ്കൾ അത് കേട്ടിട്ടുണ്ടല്ലേ? അതെ, എങ്കിൽ താങ്കൾ ഉദ്ധരിച്ചു കൊള്ളുക എന്നാ. ചിന്തിക്കേണ്ട വിഷയമാണ്. ആ സൂക്ഷ്മത,
ആ ഹദീസിനെ പറ്റി താങ്കൾ ബോധവാനാണോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. അത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ താങ്കൾ ഉദ്ധരിച്ചു കൊള്ളുക എന്ന് പറയുകയാണ്. ജാബിർ ഇബ്നു അബ്ദുള്ള പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ കേട്ടിട്ടുള്ള ഒരു ഹദീസ് സഹാബികളുടെ ഒരാളുടെ വശമുണ്ടെന്ന് എനിക്ക് വിവരം ലഭിച്ചു. ഉടനെ ഞാൻ ഒട്ടകത്തെ സജ്ജമാക്കി, അതിൻ്റെ പുറത്ത് യാത്രാ സജ്ജീകരണങ്ങൾ നടത്തി. എന്നിട്ട് 1 മാസക്കാലം യാത്ര ചെയ്ത് ഞാൻ ഷാമിലെത്തി. അൻസാരിയായ അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് ആയിരുന്നു പ്രസ്തുത സഹാബി. അദ്ദേഹത്തെ കണ്ട് ഏതാണ് നിങ്ങൾ കേട്ട ഹദീസ് എന്ന് തിരക്കി. കേട്ട ഉടനെ ഞാൻ അവിടുന്ന് മടങ്ങിപ്പോയി എന്നാണ്. അതുപോലെ അതാ ഇബ്നു അബീ റബാഹ് പറയുന്നുണ്ട്, ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടൊരു ഹദീസ്, അത് കേട്ടവരിൽ അദ്ദേഹം ഒഴികെ മറ്റാരും ജീവിച്ചിരിക്കുന്നില്ല എന്ന് അന്വേഷിച്ചുകൊണ്ട് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഈജിപ്തിലേക്ക് യാത്ര ചെയ്തു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഏതാണ് നിങ്ങൾ കേട്ട ഹദീസ്? നിങ്ങളുടെ ഒരു ഹദീസ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ മാസങ്ങളോളം ആഴ്ചകളോളം സഹാബികൾ പരസ്പരം ഹദീസ് പഠിക്കാൻ, അത് മനസ്സിലാക്കാൻ, അത് ഗ്രഹിക്കാൻ, അത് ഹൃദ്യസ്ഥമാക്കാൻ, അത് രേഖപ്പെടുത്തി വെക്കാൻ അവർ ശ്രദ്ധിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഗഹനമായ സംഗതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഹദീസ് എന്ന് പറയുന്നത് അത് ചില്ലറ കാര്യമല്ല. അത് വിശുദ്ധ ഖുർആന്റെ വിശദീകരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എടുത്തു കാണിക്കുന്ന സംഗതികളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മര്യാദകൾ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളാണ്. ഇസ്ലാമിനെ നിലനിർത്തുന്നതിൽ അടിസ്ഥാനപരമായ പങ്ക് വഹിക്കുന്ന ഏറ്റവും മഹത്തരമായ കാര്യമാണ്. അതുകൊണ്ട് അത് ഹദീസല്ലേ എന്ന് ചോദിച്ച് അതിനോട് വിരക്തി കാണിക്കുക എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സംബന്ധമായ ഒരുപാട് ആയത്തുകളും ഹദീസുകളും നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ആ രൂപത്തിലുള്ള ഒരു ഹ്രസ്വചിത്രം നമ്മൾ മനസ്സിലാക്കി മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ചര്യകൾക്കും വളരെ വ്യക്തമായ വില കൽപ്പിച്ചുകൊണ്ടുള്ളൊരു ജീവിതം മുന്നോട്ട് നയിക്കുന്നവരായി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ വിശ്വാസം നേരിച്ചു പോയാക്കുക, തൗഹീദ് പഠിക്കുക, തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക, തൗഹീദ് എത്തിച്ചു കൊടുക്കുന്നതിൽ വെമ്പൽ കാണിക്കുക. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ചുറ്റുപാടത്തും നമ്മുടെ അയൽവക്കത്തൊക്കെ തൗഹീദ് മനസ്സിലാക്കാത്ത മറ്റു പല സമൂഹങ്ങളും ജീവിക്കുന്നുണ്ട്, മറ്റു പലരുമുണ്ട്. അവർക്കൊക്കെ ഈ സന്ദേശം എത്തിക്കുന്നതിൽ വളരെയധികം താല്പര്യം കാണിക്കുക, സുന്നത്ത് പഠിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിക്കുക, അതുപോലെ തന്നെ ബിദ്അത്തുകളെ മനസ്സിലാക്കുക, അത് വെടിഞ്ഞുകൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അല്ലാഹുവേ, സാധാ മരുന്നുകൾ കൊണ്ട് മാറാത്ത മാരാരോഗങ്ങൾ, എപ്പോഴും വേദന സംഹാരികളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥകൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, വാർദ്ധക്യത്തിലോ മറ്റോ ജീവക്ഷമായി കിടക്കേണ്ടി വരുന്ന അവസ്ഥകൾ, അല്ലാഹുവേ, എന്നിവയൊക്കെ തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കുകയാണ്. അല്ലാഹുവേ, നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന സമയം, അന്ത്യസമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളെവരെയും നീ മാറ്റി തീർക്കണമേ. അല്ലാഹുവേ, നമ്മുടെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യ സൗഖ്യവും ഹിദായത്തും പ്രദാനം ചെയ്യണമേ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി അവരെയും നമ്മളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. അല്ലാഹുവേ, നമ്മുടെ അന്ത്യസമയം യഖീനോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന വിശ്വാസികളാക്കി മാറ്റുകയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അയൽവാസിയായി കഴിയാനുള്ള ഉത്തമമായ മഹാഭാഗ്യം നമുക്കേവർക്കും നീ പ്രദാനം ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. الحمد لله رب العالمين.